ഹലോ, എന്തെടുക്കാണ് എല്ലാവരും? സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരീൻ്റെ കൂടെ ഞാൻ പുറത്തോട്ട് പോവാണ്. ഞാനിപ്പം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമേ. അപ്പം എന്തിനാ വെറുതെ സമയം കളയുന്നത്? കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണും. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം പറയാന്ന് വെച്ചു, ഇന്നലെ ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണാനിടയുണ്ടായി. അപ്പൊ ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഞാൻ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ളത് റീല് കണ്ടതാണ്. എന്നിട്ട് ഞാൻ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് അതിന്റെ ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടു. സംഭവം വേറെ ഒന്നുമല്ല, ഒരു തമിഴ് ആക്ടർ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഭയങ്കര കരയുക അതിനകത്ത്. അതായത് പുള്ളിക്കാരന്റെ സമനില തെറ്റിയിട്ട് പുള്ളിക്കാരൻ കിടന്ന് നല്ല രീതിയിൽ വേദനിച്ച് വിഷമിച്ച് സംസാരിക്കുന്നത് ഞാനിങ്ങനെ കണ്ടു. എനിക്കും ഇതേപോലെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആരും പറയുന്നത് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും എന്നല്ല, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും കേൾക്കും, അറിയാം സത്യമാണോ അല്ലേന്ന് അറിയാന്നിട്ട് പോലും നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മളെ എന്താ പറയുന്നത്, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, മാനസികമായിട്ടും. അല്ലെങ്കിൽ നമ്മൾ കരയേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ കരഞ്ഞായിരിക്കും ഇത് പറയുന്നത്. ആ കരഞ്ഞു പറയുന്ന, എൻ്റെ ബസ് വരുന്നുണ്ട്, കരഞ്ഞു പറയുന്ന സമയത്ത് നമ്മൾ പറയാം നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുന്ന സമയത്ത് അവർ ചിരിച്ചോണ്ട്, അവരായിരിക്കും ചിലപ്പോൾ തെറ്റുകാർ, അവരായിരിക്കും, ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നാട്ടിൽ നടന്ന സംഭവമായിരിക്കും, ഇവിടെ നടന്ന സംഭവമായിരിക്കും, ഒരു കാലത്ത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. ഞാൻ ആ സമയത്ത് ഒരുപാട് കരഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ വാവിട്ട് നിലവിളിച്ച് ഞാൻ കരച്ചിലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യണ്ട ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ. അത്രയും നമ്മള് തകർന്നിരിക്കുന്ന ഒരു സമയം. എൻ്റെ ഡിഗ്നിറ്റിക്ക് എന്തെങ്കിലും തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഞാൻ അതിനൊന്നും ആർക്കും അവസരം കൊടുക്കാത്തൊരു വ്യക്തിയാണ്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിലൊന്നും പോകാത്തൊരു വ്യക്തി. അപ്പം ഇതൊക്കെ കേൾക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞതിന് നമ്മള് ഇപ്പൊ രണ്ടുപേര് കുറ്റം ഇരുന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു, ഇങ്ങനൊരു സാഹചര്യം എനിക്കറിയാം, ആ സമയത്ത് അവർ തെറ്റ് ചെയ്യണമായിരുന്നു, അവർക്ക് തെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആ സാഹചര്യം അതായതുകൊണ്ട് കൃത്യമായിട്ട് ആ സാഹചര്യം എനിക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് വേറൊരു രീതിയിൽ പറഞ്ഞുണ്ടാക്കി, വേറൊരു രീതിയിൽ പ്രശ്നമാക്കി എന്നെ ഒരുപാട് തകർത്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ എന്താ പറയുന്നറിയാം, നീ എന്തിനാ കരയുന്നത്? തെറ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ കരയുള്ളൂ, തെറ്റ് ചെയ്യാത്ത ആൾക്കാർ കരയത്തില്ല എന്ന് എൻ്റെ അടുത്തൊരു ഡയലോഗ് വെച്ചു. തെറ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ കരയുള്ളൂ, തെറ്റ് ചെയ്യാത്ത ആൾക്കാർ കരയത്തില്ല എന്ന് എൻ്റെ അടുത്തൊരു ഡയലോഗ് അടിച്ചു. ആ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ തീർന്നു പോയി. ആ സമയത്ത് സങ്കടവും വിഷമവും മാത്രമല്ല വന്നത്, എൻ്റെ സ്വകാര്യ അഹങ്കാരമായി ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കരുതിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് എന്നിൽ നിന്ന് നഷ്ടമായി പോയത്. എനിക്ക് മൊത്തത്തില് ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ച് പോയായിരുന്നു. ഈ സമയമൊക്കെ ഞാൻ എന്നെ സ്വന്തമായിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ ഒരുമിച്ച് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ടയർഡായിട്ട് വരുന്ന സമയത്ത് ഞാൻ പിന്നെ പറയാതെ ഇല്ല, ബസ് വരാൻ സമയമായിട്ട് ഇതാണ് ബസ്. അവിടെ ഒരു സിഗ്നൽ. ഞാനിപ്പോൾ ടയർഡായിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ബെഡിൻ്റെ ഒരു കോണിലിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. പക്ഷേ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. എനിക്ക് വെറുതെ വീട്ടിലിരിക്കാൻ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് എന്നെ ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എന്നെ എത്രയും വേദനിപ്പിച്ച ആൾക്കാരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ സന്തോഷമായിട്ടിരിക്കാം. കാരണം ഇപ്പോഴും ഞാൻ ആ വേദനയിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു ഹീലിംഗ് പീരീഡാണ്. ആൻഡ് എനിക്കിത് കേൾക്കുന്ന ആൾക്കാരുടെ ഇപ്പം ഇതെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചുരുക്കം, ചിലപ്പോൾ ഒരു 100 പേരായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് വളരെയധികം കൈൻഡായിട്ടിരിക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. വേദനയുടെ സുഖം അത്ര ചെറിയ സുഖമൊന്നുമല്ല. നമ്മൾ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എവിടെ പോവാൻ വേണ്ടിയിട്ടാ? എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുറച്ച് നാളൂടെ കഴിയുമ്പോൾ മണ്ണിനടിയിലേക്ക് പോകാനുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമി വിട്ട് പോകാനുള്ള ആൾക്കാരാണ്. വളരെ കുറച്ച് നാൾ മാത്രമേ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ആ കുറച്ച് നാൾ മാത്രം നമ്മൾ സന്തോഷമായിട്ട്
ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെയൊക്കെ സമയങ്ങൾ നമ്മൾ വെറുതെ തകർത്ത് കളയുന്നത്? വേറെ ആൾക്കാരുടെ സന്തോഷമായിട്ടുള്ള, അതായത് എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന്. എനിക്കിപ്പോ ലിറ്ററലി ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയാ. കാരണം എനിക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അത്രയും വിഷമവും സങ്കടവും ഒക്കെ ഉള്ള കാര്യത്തിലൂടെ അതിൽ നിന്ന് കുറേ ഞാൻ പഠിച്ചു. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയാവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടൊന്ന് നടുനിവർക്കണം എന്ന് പറഞ്ഞ് നമുക്കൊന്ന് കട്ടിലെ കിടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അതിനു പോലും എനിക്ക് പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ വരിക. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നറിയാൻ, ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കൂടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ നിന്നിട്ട് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടും വീട്ടിലോട്ട്. എനിക്ക് വീട്ടിലോട്ട് ഓടണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണണം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അനിയത്തിനെ പോലെയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസും ഭയങ്കര വാല്യൂവും കൊടുക്കുന്ന ആളാണ് ഞാൻ. ഗ്രാജ്വലി ഞാൻ ഫ്രണ്ട്സിനെ വളരെ ടൈം എടുത്ത് മനസ്സിലാക്കി സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. മെട്രോ വരുന്നൊരു മിനിറ്റ്. ഞാനപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് വീട്ടിൽ ആരും ഇല്ല. എന്താ പറയുന്നേ, റൂം ഉറങ്ങിയൊരവസ്ഥയാണ്. ആ സമയത്ത് റൂം ഉറങ്ങിയ അവസ്ഥയാ. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വീട്ടിൽ നിൽക്കാനേ തോന്നത്തില്ല. ഞാൻ അപ്പം എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടും. ഇപ്പോൾ ഒരു 8 മണി ആ ഒരു സമയമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? വൈകുന്നേരം 8 മണിയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 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 ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ വരെ പോണ്ട, തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ആ ഒരിടത്ത് വന്ന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ കാറ്റൊക്കെ കൊട്ടി ഇങ്ങനെ ഇരിക്കും. ആൾക്കാരൊക്കെ നടന്നു പോകുന്നതൊക്കെ കണ്ടുകൊണ്ട്. കാരണം ഒരു നിമിഷം പോലും എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അല്ലെങ്കിൽ നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടും വീട്ടിലോട്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ കാണും. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ പല സ്ഥലത്തേക്ക് പോയി. കാരണം അവരുടെ പഠിത്തത്തിന്റെ ആവശ്യമായിട്ട്, ജോലിയുടെ ആവശ്യമായിട്ടൊക്കെ പലയിടത്തോട്ടും പോയതുകൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയാക്കി തന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ സ്മരിക്കുവാണ്. നിങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇനിയും ആർക്കും വേദനകളും വിഷമങ്ങളും ഒന്നും കൊടുക്കരുത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുകയോ, അല്ലെങ്കിൽ വേദന എന്ന് പറയുന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പം നിങ്ങൾ ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. എല്ലാവരുടെ അടുത്തും കൈൻഡായിട്ട്, സ്നേഹമായിട്ട്, ജെന്റിലായിട്ട് പെരുമാറുക. പല ആൾക്കാരും പല സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കും. ആരുടെയും ഇമോഷൻസ് വെച്ച് കളിക്കാണ്ടിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇവിടുത്തെ വഴി ഫോണും പിടിച്ചോണ്ട് നടക്കാണ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അവളെ. അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോയി, മോളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നലെ പുള്ളിക്കാരൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം വന്നു. കരഞ്ഞ് പണ്ടാറടങ്ങിയിട്ടാണ് ഞാൻ കിടന്നത്. അപ്പം എനിക്ക് എന്തായാലും തോന്നി പിറ്റേ ദിവസം എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ഇടണം എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഈ സമയത്ത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവളുള്ളതുകൊണ്ട് കുറച്ച് തിരക്കിട്ടാണ് സംസാരിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.